എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനന്തകൃഷ്ണൻ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേരാണ് ചെറിയാൻ. ചെറിയാൻ ചേട്ടൻ, എൻ്റെ ചെറിയാൻ ചേട്ടൻ. കൊച്ചി നഗരത്തിൽ വെച്ച് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഇളംകാറ്റ് പോലെ കടന്നു വന്ന ചെറിയാൻ ചേട്ടൻ. നല്ല മനസ്സുള്ളൊരു മനുഷ്യൻ. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോയുടെ വാതിക്കലെത്തി നിന്നപ്പോഴാണ് ചെറിയാൻ ചേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എന്നെ സഹായിക്കാൻ കൊച്ചി നഗരത്തിലുള്ള MG റോഡിലുള്ള ഒരു ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് ഞാൻ ഈ റിയാലിറ്റി ഷോയ്ക്കുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു താങ്ങായി, ഒരു തണലായി ചെറിയാൻ ചേട്ടനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഒരു ദിവസം ചെറിയാൻ ചേട്ടനെ ഒന്ന് ഗ്രൂം ചെയ്യാമെന്ന്. അതിനായി പനമ്പള്ളി നഗറിലുള്ള ചോപ്പ് ഷോപ്പ് എന്ന വിജയ് യേശുദാസ് പാർട്ട്ണറായിട്ടുള്ള ബാബർ ഷോപ്പിലേക്ക് അദ്ദേഹത്തെ ഞാൻ കൊണ്ടുപോയി. ആദ്യം ചെറിയാൻ ചേട്ടന് വളരെ ടെൻഷനായിരുന്നു. കാരണം അദ്ദേഹം, ഞാൻ പറഞ്ഞപ്പോൾ ആ ഐഡിയ ആദ്യം അദ്ദേഹത്തിന് പിടികിട്ടിയില്ല. പിന്നെ കുറേ തവണ പറഞ്ഞ് എന്താ ചെയ്യാൻ പോകുന്നത്, എന്തിനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് വിശ്വാസമായി. എന്നാലും ഒരു പരിങ്ങിലൂടെയാണ് അദ്ദേഹം ആ പടികൾ കയറി ചോപ്പ് ഷോപ്പ് എന്ന അതിമനോഹരമായ ആ സലൂണിലേക്ക് വന്നത്. അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫായിരുന്നു. അദ്ദേഹത്തിൻ്റെ താടിയും മുടിയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് ഒരു പെർഫെക്ഷൻ ആക്കാനുള്ള ശ്രമമായിരുന്നു. तो पहले हम हेयर कट करेंगे, ठीक है, और फिर बियर्ड करेंगे. तो हेयर कट ज़्यादा शॉर्ट नहीं चाहिए ना, और बियर्ड पूरा नहीं, थोड़ा टाइम चाहिए. ओके, कोई बात नहीं. ചോപ്പ് ഷോപ്പ് എന്ന സലൂണിനെ വ്യത്യസ്തമാക്കുന്നത് അവിടുത്തെ പ്രവർത്തന രീതിയാണ്, അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റമാണ്. അവർ നമ്മളെ താടിയായാലും മുടിയായാലും എന്ത് സർവീസ് ആയാലും അതിന് ചെയ്യുന്നൊരു അപ്രോച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ റിയാലിറ്റി ഷോയിന് വേണ്ടി എന്നെ പേഴ്സണലി ഗ്രൂം ചെയ്ത് ഇവിടുത്തെ ടീമാണ്. പിന്നെ ആരെങ്കിലും ഈ ഷോ ചോപ്പ് ഷോപ്പിന് വേണ്ടിയുള്ളൊരു പ്രൊമോഷനാണെന്ന് ധരിച്ചാൽ തെറ്റാണ്. പക്ഷേ നല്ലവരായ ആൾക്കാരെയും നല്ലവരായ സ്ഥാപനങ്ങളെയും പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്കിഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെറിയാൻ ചേട്ടനെ അവിടെ കൊണ്ടുവന്നു. അവിടെ അദ്ദേഹം വളരെ വളരെ ശാന്തനായി. ആദ്യത്തെ ആ ടെൻഷനൊക്കെ മാറി. ഹീ സ്റ്റാർട്ടഡ് എൻജോയിങ് എവറി ബിറ്റ് ഓഫ് ഇറ്റ്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും. അവിടെ ഗ്രൂം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത് അദ്ദേഹത്തെ ധരിപ്പിച്ചു. സാധാരണ ഒരു സലൂണിൽ പോകുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു സ്റ്റൈലിൽ നിന്നൊക്കെ മാറി നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കുന്ന വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു, എന്താ പറയണ്ടേ, ഒരു പഴയ ഒരു ലൈബ്രറിയിൽ ചെന്ന് കയറുന്നൊരു ഫീലാണ്. അത്ര മനോഹരമായിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവർ നമ്മളെ മുടിയിൽ പിടിക്കുന്ന ആയാലും താടിയിൽ പിടിക്കുന്ന എല്ലാത്തിനും ഒരു ഡിഫറെൻറ്റ് ടച്ചാണ്. ദർ ഈസ് എ സോഫ്റ്റ്നെസ് ടു എവറിത്തിങ്. ദർ ഈസ് എ കാംനെസ് ടു എവറിത്തിങ്. ചെറിയാൻ ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ വളരെ അതിശയമായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖം നോക്കുന്നത് കാണാൻ തന്നെ വളരെ കൗതുകമായിരുന്നു. ഞങ്ങൾ കുറേ പേര് എന്നെ അസിസ്റ്റ് ചെയ്യാൻ, അവിടുത്തെ റിസപ്ഷനിസ്റ്റ്, മറ്റുള്ള ഗ്രൂമിങ് ആൾക്കാർ, ലൈറ്റ് പിടിക്കാൻ, അഡീഷണൽ ക്യാമറ, ഇത് ഷൂട്ട് ചെയ്ത സാംസങ് ടാബ്ലറ്റിലാണ്. പിന്നെ അഡീഷണലായിട്ട് ഫോണിലൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൻ ചേട്ടൻ എന്തൊക്കെ ആദ്യമേ പറഞ്ഞു, സാറേ ഇതൊന്നും വേണ്ട, കാരണം അതൊന്നും പുള്ളിക്ക് യൂസ്ഡ് അല്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വളരെ നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഒരു എക്സ്പീരിയൻസാണ് ജീവിതത്തിൽ, അത് താങ്കൾ അതൊന്ന് അനുഭവിച്ചറിയണം. അദ്ദേഹം ഉറങ്ങിപ്പോയി. ഗാഠനിദ്രയിലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ താടിയുടെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവർ ഒരു ചെറിയൊരു ഫേസ് മസാജ് എല്ലാം കൊടുത്ത് താടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സെഷൻ ഓഫ് ഗ്രൂമിങ് ഏകദേശം കഴിയാറായി. കണ്ടില്ലേ, വളരെ വ്യത്യസ്തമായ രീതിയിൽ ഉള്ള പരിപാടികളാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ബേസിക്കലി അൺലിമിറ്റഡ് കംഫർട്ട് എന്ന് വേണമെങ്കിൽ പറയാം കസ്റ്റമേഴ്സിന്. അതാണ് ചോപ്പ് ഷോപ്പിൽ എനിക്ക് എക്സ്പീരിയൻസ് ആയി. ഞാൻ 2-3 തവണ പോയിരുന്നു ഇൻ എ സ്പാൻ ഓഫ് ഓൾമോസ്റ്റ് 2 weeks. ആൻഡ് ഹിയർ കംസ് ചെറിയാൻ ചേട്ടൻ വേർഷൻ 2.
അങ്ങനെ അദ്ദേഹം അവിടുത്തെ ചുവർച്ചിത്രങ്ങളൊക്കെ കണ്ട് തൻ്റെ രാജധാനിയിൽ, കൊച്ചിയിലെ പുതിയ രാജാവായ ചെറിയാൻ തൻ്റെ രാജധാനിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന എല്ലാ ചുവർച്ചിത്രങ്ങളും കണ്ട് ആസ്വദിച്ച് ചില സംശയങ്ങളൊക്കെ ചോദിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രൂമറുടെ കൂടെ വളരെ കോൺഫിഡൻ്റായിട്ട് വ്യത്യസ്തനായൊരു മനുഷ്യനായിട്ട് അദ്ദേഹം നടന്ന് പോകുന്നത് കാണാൻ തന്നെ കണ്ണിനും മനസ്സിനും ഒരു കുളിർമയായിരുന്നു. പിന്നെ ഞങ്ങളവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ റിസപ്ഷനിസ്റ്റ് അദ്ദേഹത്തിന് ഒരു സ്നേഹ ഉപഹാരം നൽകി. പിന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗ്രൂം ചെയ്ത ടീമുമായിട്ട് ഫോട്ടോ എടുത്തു. ഇങ്ങനെയൊക്കെയാണ്, കണ്ടില്ലേ, ലൈറ്റ് അസിസ്റ്റൻസും എല്ലാം അവിടുത്തെ ടീം അംഗങ്ങളായിരുന്നു. എനിക്ക് വേണ്ടി ഒരു പെഡിക്യൂറും ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു. അങ്ങനെ ചെറിയാൻ ചേട്ടന് നല്ല മനോഹരമായൊരു ദിവസം സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമായിരുന്നു. ഇത് കാണുന്ന പലർക്കും ഒരു ചോദ്യം, ഡെഫിനറ്റ്ലി കേരളത്തിലെ സാക്ഷര കേരളത്തിലെ ആൾക്കാർക്ക് എപ്പോഴും ചോദ്യങ്ങളും ഉത്തരങ്ങളും ആണല്ലോ. ഒരു പക്ഷേ ചിലർ ചിന്തിച്ചിരിക്കാം, ഇതിൽ നിന്ന് എന്തു നേടി? അദ്ദേഹം വീണ്ടും ഓട്ടോ ഓടിക്കാൻ പോവല്ലേ? ഇതൊക്കെ ഒരു സമയം വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ? അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം. പക്ഷേ അദ്ദേഹം എന്നോട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാകാത്തൊരു ദിവസമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് ധരിച്ചിരുന്നില്ല. വീണ്ടും ഒരു കാര്യം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് പോലും അദ്ദേഹം ഇത്രയും മേക്കപ്പ് ഇട്ടിട്ടില്ലെന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മകനുമുണ്ട്. കൊച്ചിയിലാണ് അവരുടെ താമസം. നല്ലവരായ മനുഷ്യരുടെ കൂടെ നടക്കുകയും നല്ലവരായ മനുഷ്യരുടെ കൈ ചേർത്ത് പിടിച്ച് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നതൊക്കെ എൻ്റെ ഒരു ഭ്രാന്താണ്. ഇതെന്നെ പഠിപ്പിച്ചത് എൻ്റെ ഗുരുനാഥനായ അബ്ദുൽ കലാം സാറാണ്. അദ്ദേഹം പറഞ്ഞു തന്ന പല കാര്യങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമുണ്ട്, ദ അൺസങ് ഹീറോസ്. ആരുമില്ലാത്ത, അല്ലെങ്കിൽ ജീവിതത്തിൽ താഴേക്ക് തട്ടിലുള്ള ആൾക്കാരുടെ കൂടെ നിന്ന് അവരുടെ സ്വപ്നങ്ങൾക്ക് ശക്തി നൽകി അവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റുന്നതൊക്കെ നിറവേറ്റിക്കൊടുത്ത് ചെറിയാൻ ചേട്ടനെ പോലുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളുടെ കൂടെ നടന്ന് അവർക്ക് സ്നേഹവും, അവർക്ക് പൈസയല്ല വേണ്ടത്. നമുക്കെപ്പോഴും തെറ്റിദ്ധാരണയുണ്ട്, ഹെൽപ്പിംഗ് ഈസ് നോട്ട് ഗിവിങ് മണി. ഹെൽപ്പിംഗ് ഓൾസോ മീൻസ് ടോക്കിംഗ് ടു പീപ്പിൾ, ഹിയറിംഗ് ദം ഔട്ട്, ടേക്കിംഗ് കെയർ ഓഫ് ദെയർ സ്മോൾ നീഡ്സ്, ഷെയറിംഗ് വാട്ട് എവർ വി ഹാവ്. നിങ്ങൾക്ക് ഇതിഷ്ടപ്പെട്ടെന്ന് ധരിക്കുന്നു. ടാർമാക് മീഡിയ ഹൗസിൽ വളരെ വ്യത്യസ്തമായ പ്രോഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. മിലിറ്ററി തന്നെ ആയിരിക്കും ഫോക്കസ്, പക്ഷേ എന്നാലും അൺസങ് ഹീറോസിൻ്റെയും സംഗീതജ്ഞരുടെയും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന പല മേഖലയിലുള്ള ആൾക്കാരുടെ കഥകളൊക്കെ ഞാൻ എത്തിക്കുന്നതായിരിക്കും. 2-3 എപ്പിസോഡിന് മുന്നേ പറഞ്ഞതിൻ്റെ കൂട്ട് കേരളം എൻ്റെ ഫോക്കസിലാണ്. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തിയായി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. അതിനുള്ളൊരു നമ്പറുണ്ട്, വാട്സപ്പ് 7899778888. ഇമെയിൽ അയക്കണമെങ്കിൽ gurukalam.drakm@gmail.com എന്ന മെയിലിൽ അയക്കാവുന്നതാണ്. ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റ് അറിയാമല്ലോ. ഇൻഡിപെൻഡൻറ്റ് ജേർണലിസത്തിന് പല പ്രതിസന്ധികളും ഉണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ടാർമാക് മീഡിയ ഹൗസിനെ സപ്പോർട്ട് ചെയ്യണം. പ്ലീസ് കീപ് ഹെൽപ്പിംഗ് പീപ്പിൾ. പ്ലീസ് കീപ് ഹെൽപ്പിംഗ് animals around, birds around. How do we help animals and birds? വെള്ളം വെച്ച് കൊടുക്കുക, അവർക്ക് ആഹാരം കൊടുക്കുക, മുറിവേറ്റ് കിടക്കുന്ന കണ്ടാൽ അവരെ ശുശ്രൂഷിക്കുക, സ്നേഹം നൽകുക, അവരെ ആട്ടി ഓടിക്കാതിരിക്കുക. ബിക്കോസ് ഈ പ്രപഞ്ചം, ഈ ലോകമെന്ന് പറഞ്ഞത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അഹങ്കാരിയായ മനുഷ്യന്മാർക്ക് മാത്രമല്ല.
ഇത്രയും പറഞ്ഞുകൊണ്ട് ചെറിയാൻ ചേട്ടൻ്റെ കഥ ഞാനിവിടെ നിർത്തുന്നു. ഓൾവേസ് കീപ് ട്രൈ കളർ പിൻ ടു യുവർ ഹാർട്ട്. ഗോഡ് ബ്ലെസ് എവ്രി വൺ. ജയ് ഹിന്ദ്.